ഇപ്പോൾ +2 കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് സെല്ലുകൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. പ്രൈമറി സെല്ലിലുള്ള ഒരു എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്. ഇപ്പോൾ ഡ്രൈ സെല്ല് എങ്ങനെയാണെന്ന് നോക്കാം. ആനോഡ് എന്താണ്? സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആനോഡ് ആൻഡ് കാഥോഡിൽ ഒരു ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പവേർഡ് മാഗ്നൈറ്റ്സ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ ആണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ദി സ്പേസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ഈസ് ഫിൽഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ആനോഡിൻ്റെ കാഥോഡിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഒരു പേസ്റ്റ് ഓഫ് സിങ്ക് ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും എന്ന് പറയുന്ന പേസ്റ്റ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒരു ഡ്രൈ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. Zn ഗീവ് Zn2 ++ 2 ഇലക്ട്രോൺ മൈനസും കാഥോഡിൽ നടക്കുന്നത് 2MnO2 + 2NH4 + 2 ഇലക്ട്രോൺ മൈനസ് ഗീവ്സ് Mn2O3 + 2NH3 + 2H2 ആണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആൻഡ് ഇത് വെച്ച് ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ Zn + Zn MnO2 + 2NH4 gives Zn2 + Mn2O3 + 2NH3 + H2O. അപ്പോൾ ഇതായിരിക്കും ഒരു ഡ്രൈ സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ. അപ്പോൾ ആനോഡിൽ എന്താണ്, കാഥോഡിൽ എന്താണ്, ആൻഡ് അതിൻ്റെ റിയാക്ഷനും പഠിക്കണം. സെക്കൻഡ് വണ്ണാണ് മെർക്കുറി സെല്ല്. മെർക്കുറിയിൽ എന്താണ്? ആനോഡായിട്ട് സിങ്ക് അമാൽഗമാണ് ആക്ട് ചെയ്യുന്നത്. കാഥോഡ് ഒരു പേസ്റ്റ് ഓഫ് മെർക്യൂറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ് കാഥോഡിൽ ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഒരു പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മുടെ മെർക്കുറി സെല്ലിൽ ആക്ട് ചെയ്യുന്നത്. ആനോഡിൽ Zn or Hg + 2OH- ഗീവ് Zno + H2O + 2 ഇലക്ട്രോൺ ആണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിലാണെങ്കിൽ HgO + H2O + 2 ഇലക്ട്രോൺ ഗീവ് Hg + 2OH- ആണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആൻഡ് വാട്ട് ഹാപ്പൻ ഇൻ ദി ഓവറോൾ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? Zn Hg + HgO ഗീവ്സ് Zno + Hg. അപ്പോൾ ഇതാണ് നമ്മുടെ മെർക്കുറി സെല്ലിൽ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സെക്കൻഡറി സെല്ലിന്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ലെഡ് സ്റ്റോറേജ് സെല്ല്. അപ്പോൾ എന്താണ്? ആനോഡായിട്ട് ലെഡ് പ്ലേറ്റ് ആക്ട് ആസ് ആൻ ആനോഡ്. ആനോഡിൽ ലെഡ് പ്ലേറ്റ് ആക്ട് ചെയ്യുന്നു. കാഥോഡിൽ ഒരു ഗ്രിഡ് ഓഫ് ലെഡ് ആൻഡ് ലെഡ് ഡയോക്സൈഡ് ആണ് കാഥോഡിൽ ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഓഫ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണ്? ആനോഡിൽ Pb + SO4 - ഗിവ് PbSO4 + 2 ഇലക്ട്രോൺ മൈനസും കാഥോഡിൽ PbO2 + 2H + SO4 2- ഗിവ് PbSO4 + H2O എന്നിങ്ങനെയായിരിക്കും.